اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحمين يا الملك الجبار يا الله ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഈ ദിവസത്തിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ നന്മകളും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തക്ബീറുകൾ, ഞങ്ങളുടെ തസ്ബീഹുകൾ, ഞങ്ങൾ ഓതിയ ഖുർആൻ, ഞങ്ങൾ ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത് കാരണം ഞങ്ങളെ ഖൽബ് ശുദ്ധീകരിക്കണേ റബ്ബേ, തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. അതിന്റെ മിസ്ല സവാബ് മുത്തുനബിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശായിഖുമാരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സർവ്വ സ്വാലിഹീങ്ങളിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ പലരും മാറടി വണ്ടിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ മഹല്ലത്തിന് നേതൃത്വം നൽകിയവരുണ്ട്, നിന്റെ വാക്ഫീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ഇതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഭൂമിയുടെ മുകളിൽ ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, കുടുംബങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കുമ്പോൾ, ഭൂമിക്കടിയിൽ അവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ഖബറിലേക്ക് സ്വർഗ്ഗവാതിലുകളെ തുറന്നു കൊടുക്കണേ റബ്ബേ. അദാബില്ലാത്ത ഖബർ ജീവിതം നൽകണേ അല്ലാഹ്. നാളെ ഞങ്ങളെയും അവരെയും സ്വർഗീയ ലോകത്ത് ഒന്നിപ്പിക്കണേ അല്ലാഹ്. അർശിന്റെ തണലിൽ ഒന്നിപ്പിക്കണേ അല്ലാഹ്. നബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അതുപോലെ ഞങ്ങളുടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വലിയ വലിയ സ്വതക്കകൾ നൽകിയിട്ട് പ്രത്യേകം മരണപ്പെട്ടു പോയവരെ ഉദ്ദേശിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഖബർസ്ഥാന്റെ വികസനത്തിലേക്ക് ആവശ്യമായ സംഭാവനകൾ നൽകി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ നിയ്യത്താക്കിയവരുണ്ട്. എല്ലാവർക്കും ഇതിന്റെ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, അവരെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളും ഇന്നല്ലെങ്കിലും നാളെ ഖബറിലേക്ക് താഴ്ത്തി വെക്കപ്പെടാനുള്ളവരാണ്. ഞങ്ങളെ ഖബറും വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ നീ ഞങ്ങളെ ഖബറിലേക്കും എത്തിച്ചു തരണേ അല്ലാഹ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ പങ്കെടുത്ത ആമീൻ പറയുന്നവർ എല്ലാവരുടെയും ഖൈറും ഹലാലുമായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. കഷ്ടപ്പാടുകളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട്, മാരക രോഗങ്ങൾ വിധിക്കപ്പെട്ടവരുണ്ട്, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവർ, ഓപ്പറേഷൻ കഴിഞ്ഞവർ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളോട് എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവോ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. കഷ്ടപ്പാടുകളെ മാറ്റണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ക്യാൻസർ പോലത്തെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മറ്റു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, ഓപ്പറേഷൻ വേണ്ടി വരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെയൊക്കെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ബറക്കത്ത്